2007 വെർണർ ഹെർസോഗ് തന്റെ ക്യാമറയിലൂടെ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഒരു കാഴ്ച കണ്ടു. ഒരു കൂട്ടം പെൻഗ്വിനുകൾ കടലിലേക്ക്, അതായത് തങ്ങളുടെ ഭക്ഷണത്തിലേക്കും ജീവിതത്തിലേക്കും നടന്നു നീങ്ങുമ്പോൾ ഒരൊറ്റ പെൻഗ്വിൻ മാത്രം ആൾക്കൂട്ടത്തിൽ നിന്ന് വിപരീതമായി ആരും പോകാത്ത വിജനമായ മലനിരകളിലേക്ക് നടന്നു നീങ്ങുന്നു. 2026 സോഷ്യൽ മീഡിയ ലോകം ഈ പെൻഗ്വിനെ നിഹിലിസ്റ്റിക് പെൻഗ്വിൻ എന്ന് വിളിക്കുമ്പോൾ അത് കേവലം ഒരു തമാശയല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആഴമേറിയ ചില സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ പെൻഗ്വിനുകളുടെ ഈ പെരുമാറ്റത്തെ ഡിസോറിയന്റേഷൻ എന്നാണ് വിളിക്കുന്നത്. പെൻഗ്വിനുകൾ സാധാരണമായി സാമൂഹിക ജീവികളാണ്. എന്നാൽ അപൂർവമായി ചില പെൻഗ്വിനുകൾക്ക് വഴി തെറ്റുകയോ അല്ലെങ്കിൽ അവരുടെ തലച്ചോറിലെ ദിശാനിർണയ സംവിധാനത്തിന് തകരാർ സംഭവിക്കുകയോ ചെയ്യാറുണ്ട്. 70 കിലോമീറ്ററിലധികം ദൂരം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മഞ്ഞിലൂടെ നടക്കുക എന്നത് ആത്മഹത്യാപരമാണ്. പ്രകൃതി നിയമം അനുസരിച്ച് ആ യാത്രയുടെ അവസാനം മരണം മാത്രമാണ്. ഹെർസോഗ് ആ പെൻഗ്വിനെ തടയാൻ ശ്രമിച്ചില്ല, കാരണം പ്രകൃതിയുടെ നിഗൂഢമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ മനുഷ്യന് അവകാശമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ന് സോഷ്യൽ മീഡിയ ഈ ദൃശ്യത്തെ ഏറ്റെടുക്കാൻ കാരണം ആ പെൻഗ്വിനിൽ പലരും തങ്ങളെ തന്നെ കാണുന്നു എന്നതാണ്. സുരക്ഷിതമായ തീരത്തേക്ക് പോകുന്ന ആൾക്കൂട്ടത്തെ അവഗണിച്ച് അനിശ്ചിതത്വത്തിലേക്കാണെങ്കിലും സ്വന്തം പാത തിരഞ്ഞെടുക്കുന്ന ഒരു ജീവി. ഇതിനെയാണ് പലരും കംഫർട്ട് സോൺ വിടുക എന്ന ആശയവുമായി ബന്ധിപ്പിക്കുന്നത്. എല്ലാവരും പോകുന്ന വഴിയെ പോയാൽ സുരക്ഷിതമായിരിക്കാം, പക്ഷേ അത് സ്വന്തം വഴിയാകണമെന്നില്ല എന്ന ചിന്തയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങളുണ്ട്. സമൂഹം നിശ്ചയിച്ചുറപ്പിച്ച കരിയർ, പാതകൾ, വിവാഹം, ജീവിത ശൈലി എന്നിവയിൽ നിന്നും മാറി നടക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ഈ പെൻഗ്വിനെ പോലെയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ അവർ ഭ്രാന്തന്മാരോ അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നടന്നു പോകുന്നവരോ ആയിരിക്കാം. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നിന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ തനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ അത് എത്ര ദുഷ്കരമാണെങ്കിലും മുൻപോട്ട് പോകുന്നത് ഒരു തരം സ്വാതന്ത്ര്യമാണ്. വിജയിക്കാൻ പ്രയാസമുള്ള പാതകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു മണ്ടത്തരമായി തോന്നാം. എന്നാൽ ചരിത്രം മാറ്റിക്കുറിച്ചവരെല്ലാം ഒരു ഘട്ടത്തിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടന്നവരാണ്. പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും ലക്ഷ്യസ്ഥാനം മരണമാണെങ്കിൽ പോലും സ്വന്തം ഇഷ്ടപ്രകാരം ചുവട് വെക്കുന്നതാണ് യഥാർത്ഥ വ്യക്തിത്വം. ആ പെൻഗ്വിൻ എന്തിനാണ് മരണത്തിലേക്ക് നടന്നത്? അത് പരാജയം സമ്മതിച്ചതാണോ, അതോ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചതാണോ? ഉത്തരങ്ങൾ പലതാവാം, പക്ഷേ ഒന്നുറപ്പാണ്, ആ പെൻഗ്വിൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ആൾക്കൂട്ടത്തോടൊപ്പം സുരക്ഷിതമായി ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സത്യം ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള ആ നടത്തത്തിൽ ഉണ്ടായേക്കാം. ജീവിതം നിസ്സാരമാണെന്നും അർത്ഥമില്ലാത്തതാണെന്നും കരുതുന്ന നിഹിലിസം പോലും ഒരുതരം സ്വാതന്ത്ര്യമാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് മാത്രമേ ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിത്തിരിക്കാൻ കഴിയൂ. ആ പെൻഗ്വിൻ ഒരുപക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകില്ല, പക്ഷെ ആ നടത്തം അത് പൂർത്തിയാക്കിയത് സ്വന്തം തീരുമാനപ്രകാരമാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടാലും അത് സ്വന്തം പാതയിലായിരിക്കട്ടെ എന്നതാണ് ഈ ദൃശ്യം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.